റൈസ് ബോൾ ബനാന പായസം. പഴവും പിന്നെ അരി കൊണ്ടുണ്ടാക്കിയ ചെറിയ ബോൾസും ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു പായസം. ഇതിനായി ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇനി കുഴച്ചെടുക്കണം. അതിന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം അധികമായി പോകരുത്. ഇത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കേണ്ടതാണ്. നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. ഏറ്റവും ചെറിയ ബോൾസാക്കാൻ പറ്റുമോ അത്രയും ചെറിയ ബോൾസാക്കാം. ബോൾസാക്കി നമുക്കൊരു പാത്രത്തിലിടാം. ഈ പായസം ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കുന്നത് ഈ ബോൾസ് ഉണ്ടാക്കാനാണ്. ഇനി ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിലൊന്ന് വേവിപ്പിച്ചെടുക്കണം. അതിന് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. വീണ്ടും ആവി കയറ്റി ഒന്ന് വേവിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ കുറച്ച് തേങ്ങാപ്പാൽ വേണം. ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലെടുത്ത് ഒന്ന് അടിച്ചെടുത്ത് 1/4 പാൽ ആദ്യം എടുക്കണം. മിക്സിയിലേക്ക് തേങ്ങ ഇട്ടെടുക്കാം. ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു തുണിയിലിട്ട് ഒന്ന് പിഴിഞ്ഞ് 1/4 പാൽ എടുക്കാം. ഇതൊന്ന് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇത് 1/4 പാൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2ാം പാലും കൂടി കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. മിക്സിയിലിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് 2ാം പാൽ എടുക്കാം. 2ാം പാലും കിട്ടിയിട്ടുണ്ട്. റൈസ് ബോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഴം എടുക്കണം. ഒരു പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തത്. നന്നായി പഴുത്ത പഴമാണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ തൊലി കഴിഞ്ഞ് ഇനി ചെറുതായി ഒന്ന് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട കശുവണ്ടിയും മുന്തിരിങ്ങ ഏലക്കായി എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കശുവണ്ടിയും മുന്തിരിങ്ങയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആയി വന്നാൽ അത് മാറ്റി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുത്ത പഴം ഇട്ട് കൊടുക്കാം. പഴം ഒന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് വേവിപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് റൈസ് ബോളും കൂടി ഇട്ട് കൊടുക്കാം. റൈസ് ബോൾ ഇട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2ാം പാൽ ഒഴിച്ച് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി വേറൊരു ബോളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര എടുക്കാം. ശർക്കരയുടെ പൊടിയാണ് എടുത്തത്. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. നന്നായി ഒന്ന് അരിയിച്ചെടുക്കാം. മധുരത്തിനനുസരിച്ച് നമുക്ക് ഈ ശർക്കര എടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഒഴിച്ച് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായി തിളച്ച് ചെയ്തിട്ട് അതിലേക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ 1/4 പാൽ. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് ബോൾ ബനാന പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് ബോൾ ബനാന പായസം റെഡി ആയിട്ടുണ്ട്. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസമാണ്. ഒരു വെറൈറ്റി പായസം, നല്ല ടേസ്റ്റുമാണ്. ഇനി ഇത് നമുക്കിനി ഒരു ബോളിലേക്ക് മാറ്റാം.
ബനാനയും റൈസ് ബോളും ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു അടിപൊളി പായസം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.